നമുക്ക് ഇന്നൊരു വെള്ളരിക്ക പച്ചടി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളകും അല്പം വെളിച്ചെണ്ണയും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു വലിയ പിടി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരക്കല്ലിലൊന്ന് ഇടിച്ചെടുത്താൽ മതി. പൊടിയാൻ ബുദ്ധിമുട്ടുണ്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ 1-2 ഡ്രോപ്പ് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇടിച്ചാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഇനി നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകിനോടൊപ്പം തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരക്കൂട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരത്തിലേക്ക് ഞാൻ പച്ചമുളക് അല്ലാതെ വേറെ ജീരകമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കില്ല. ചിലവർ ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളികേരം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഒന്ന് ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. താങ്ക്